പാർവതി തിരുവോത്ത് എന്ന് പറഞ്ഞ ഒരു അഭിനേത്രി ഈ രാജ്യത്തിലെ ഒരു പൗരയാണ്. അവർക്ക് ഏത് സമയത്തും അവരുടെ പ്രത്യേകിച്ച് അവർ തൊഴിൽ മേഖലയിൽ നടക്കേണ്ടിയിരുന്ന ഒരു പരിവർത്തനത്തിന് വേണ്ടി വന്നൊരു കാര്യത്തിന്മേൽ അത് എന്തായി എന്ന് പിന്നെ ഗവൺമെൻറ്റിനോടല്ലാതെ ആരോടെ ചോദിക്കുക? ഒന്നാമത്തെ എനിക്കതല്ല, ഈ കാശ് കൊടുത്തിട്ട് വരുന്നതാണെന്നൊക്കെ വലിയ പൊങ്ങച്ചം പറയേണ്ട ഗതികേടൊന്നും ആലോചിച്ചൊക്കെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പണിയെടുക്കണേന് കാശ് കൊടുക്കണം എന്നൊക്കെ പറയുന്നത് എന്തോ വലിയ ഔദാര്യം പോലെ പറയുന്ന ഗതികേടിലേക്ക് നമ്മൾ എത്തി. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ പൊസിഷൻ എടുത്താലേ എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് തോന്നണമെങ്കിൽ എനിക്ക് ഇങ്ങനെ തന്നെ പറ്റുള്ളൂ. ജോലിയും ഇല്ല, കൂലിയും ഇല്ല, മനസ്സമാധാനം ഇല്ലാത്തതൊന്നും അത്ര അഫോർഡബിൾ അല്ല. സ്ത്രീകൾ പിൻവാങ്ങും. ഏറ്റവും ഷോബീസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. മാർക്കറ്റിൻ്റെ ശരീരങ്ങളാണ് നമ്മളെല്ലാവരും. അപ്പോൾ മാർക്കറ്റ് സ്ത്രീനെ എങ്ങനെയാണ്, പാട്രിയാർക്കി സ്ത്രീനെ എങ്ങനെയാണ്, മതം സ്ത്രീനെ എങ്ങനെയാണ് കൊണ്ടുനടക്കുന്നത്, ഈ ബോധത്തിൽ നിൽക്കുന്ന പുരുഷനുമല്ല അവിടെ ഉള്ളത്, മനുഷ്യന്മാരല്ലേ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അവരൊരു സ്വിച്ച് ഇട്ടോണം ഒരു ഗെയിമ കമ്മിറ്റി വന്നതുകൊണ്ട് നന്നാവും എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. അതെ അതെ, അത് ഇപ്പോൾ ഈ കാൻ ഫെസ്റ്റിവലില് വേൾഡ് പ്രീമിയർ ചെയ്ത ഒരു പടം ഉണ്ടായാലും ഞാൻ ഫുൾ ലെങ്ത് ഒരു അമ്മ ക്യാരക്ടർ തന്നെയാണ് ചെയ്യുന്നത്. ബേസിക്കലി മനുഷ്യനെല്ലാവരും ആഗ്രഹിക്കുന്ന സന്തോഷമായിട്ടിരിക്കാനാണ് അല്ലേ? അപ്പം ഈ സന്തോഷം കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഫെയിം ആയിരിക്കും, അല്ലെങ്കിൽ നാലാൾ നമ്മളെ കാണുമ്പോൾ ഒക്കെ കൈയടിക്കണതായിരിക്കും. എന്തൊരു രസമെന്നാ വെറുതെ ചെല്ലുമ്പോഴേക്കും അതാ ചേച്ചിയല്ലേ എന്നൊക്കെ പറയുമ്പോൾ വെറുതെ പവർ